ഈസ്റ്റർ മരണത്തിനുമേലുള്ള വിജയത്തിന്റെ പ്രത്യാശാ സന്ദേശം. ക്രിസ്തീയ വിശ്വാസികൾക്ക് യേശുവിന്റെ പുനരുത്ഥാനം വലിയ വിജയോത്സവമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ ക്രിസ്തു പരാജയപ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ഈ ദിവസത്തിന്റെ മഹത്തായ സന്ദേശം. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ ഒരു ഉത്സവം മാത്രമല്ല, അത് പ്രത്യാശയുടെ പ്രഖ്യാപനമാണ്. ജീവന്റെ വിജയം പ്രഖ്യാപിക്കുന്ന ദിനമാണ്. പ്രകൃതിയിൽ തന്നെ നവചൈതന്യത്തിന്റെ തുടിപ്പുകൾ പ്രകടമാവുന്ന കാലത്താണ് ഉയർപ്പ് സംഭവിച്ചത്. പലസ്തീൻ പ്രദേശത്ത് ശീതകാലത്ത് പ്രകൃതി മുഴുവൻ മരവിച്ചു പോലെ തോന്നും. ഒരു പച്ചില പോലും കാണാനില്ല. എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വസന്തം വന്നെത്തുമ്പോൾ പ്രകൃതി മുഴുവൻ പുതുജീവൻ നിറഞ്ഞതായിരിക്കും. തളിരിലകളാൽ നിറഞ്ഞ വൃക്ഷങ്ങൾ, പുഞ്ചിരി തൂകുന്ന പുതു പുഷ്പങ്ങൾ, വർണ്ണശോഭയോടെ പറക്കുന്ന ചിത്രശലഭങ്ങൾ, പ്രകൃതി മാറ്റം പ്രഖ്യാപിക്കുന്ന കിളികളുടെ കളകൂജനങ്ങൾ, ഇങ്ങനെ പ്രകൃതി മുഴുവൻ പുതുജീവനോടെ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് മരണത്തെയും ജീർണതയെയും ജയിച്ചുകൊണ്ടുള്ള ക്രിസ്തുവിന്റെ പുനരുത്ഥാനം സംഭവിച്ചത്. പുനരുത്ഥാന സന്ദേശത്തിന് പ്രകൃതി തന്നെ സജ്ജമായിരുന്നുവെന്ന് തോന്നിപ്പോകും. ക്രിസ്തീയ സുവിശേഷത്തിന്റെ അടിസ്ഥാനം തന്നെ പുനരുത്ഥാനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഈ വാക്കുകൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമാണ്. പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം തന്നെ ഇല്ല. ഒരു പണ്ഡിതൻ പറഞ്ഞ മനോഹരമായ ഒരു ചിന്തയുണ്ട്. നിങ്ങൾക്ക് സത്യത്തെ കല്ലറയിൽ അടയ്ക്കാം, പക്ഷേ അത് അവിടെ തുടരുകയില്ല. നിങ്ങൾക്ക് സത്യത്തെ കുരിശിൽ ആണിയടിക്കാം, കല്ലറയിൽ അടയ്ക്കാം, പക്ഷേ അത് അവിടെ നിന്നും വിജയമകുടം ചൂടി പുറത്തു വരും. ഈ വാക്കുകൾ ഈസ്റ്ററിന്റെ യഥാർത്ഥ സന്ദേശം വ്യക്തമാകുന്ന സത്യത്തെയും ജീവന്റെയും പ്രത്യാശയെ ഒരിക്കലും അടിച്ചമർത്താൻ കഴിയില്ല. ഈസ്റ്റർ ഒരു ഭൂതകാല സംഭവം എന്ന നിലയിൽ മാത്രം ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും കണ്ടില്ല. അത് അവരുടെ വർത്തമാന ജീവിതത്തിന് ശക്തി നൽകുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഭയത്താൽ വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സന്നിഹിതനായി. പ്രാർത്ഥനയിൽ, അധ്വാനത്തിൽ, പരാജയങ്ങളിൽ, യാത്രകളിൽ, സംശയങ്ങളിലും ദുഃഖങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഉദയനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. ഇന്നും ആ അനുഭവം വിശ്വാസികൾക്ക് സാധ്യമാണ്. ഈസ്റ്ററിന് സന്ദേശം ഭാവിയിലേക്കുള്ള പ്രത്യാശയും നൽകുന്നു. മരണത്തെ ഭയം കൂടാതെ നേരിടാൻ പ്രാപ്തമാകുന്ന വിശ്വാസമാണിത്. ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. യുദ്ധത്തിൽ വെടിയേറ്റ ഒരു പടയാളിയെ പിന്നീട് ടെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അവന്റെ സമീപത്തെ തുറന്ന് ബൈബിൾ ഉണ്ടായിരുന്നു. രക്തം പുരണ്ട അവന്റെ കൈ ഒരു വചനത്തിന്മേൽ നിൽക്കുകയായിരുന്നു. ആ വചനം ഇങ്ങനെ: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വിശ്വാസമാണ് ഈസ്റ്ററിന്റെ ആത്മാവ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മരണത്തിനുമേൽ നേടിയ വിജയം മാത്രമല്ല, പാപത്തിനുമേൽ നേടിയ വിജയവുമാണ്. മനുഷ്യന്റെ പാപം നീക്കാൻ യേശു സ്വയം സമർപ്പിച്ചു. മനുഷ്യന്റെ വിജയങ്ങൾക്ക് പലപ്പോഴും സ്വാർത്ഥതയുടെ നിറമുണ്ടാകും. എന്നാൽ യേശു നേടിയ വിജയം സ്വയം ശൂന്യവൽക്കരണത്തിന്റെ വിജയമായിരുന്നു. മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കുന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ഇന്നത്തെ ലോകം മത്സരവും സ്വാർത്ഥതയും അധികാര ലാലസ്യവും നിറഞ്ഞതാണ്. രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നു, രാഷ്ട്രത്തിന്റെ സ്വാർത്ഥത, കുടുംബങ്ങളിൽ പോലും സ്വാർത്ഥത. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. എന്നാൽ ഈസ്റ്റർ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. സ്വയം സമർപ്പണത്തിലൂടെ മറ്റുള്ളവർക്കായി ജീവിക്കുക, സമാധാനത്തിന്റെ പ്രകാശമായി മാറുക. വിശുദ്ധ വാരത്തിലെ സംഭവങ്ങൾ
ഈ സന്ദേശം കൂടുതൽ വ്യക്തമാക്കുന്നു. ഓശാന ഞായറാഴ്ച യേശു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് പ്രവേശിച്ച് വിനയത്തിന്റെ പാഠമാണ്. പെസഹ വ്യാഴം അവസാന അത്താഴത്തിന്റെ ഓർമ്മയും സേവനത്തിന്റെ മാതൃകയും നൽകുന്നു. ദുഃഖവെള്ളി ത്യാഗത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. ഈസ്റ്റർ ഞായർ പ്രത്യാശയുടെ വിജയം പ്രഖ്യാപിക്കുന്നു. ദുഃഖവെള്ളി ഇല്ലാതെ ഈസ്റ്റർ ഇല്ല, കുരിശില്ലാതെ കിരീടമില്ല. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: രാത്രിയില്ലാതെ പ്രഭാതമില്ല, ദുഃഖമില്ലാതെ സന്തോഷമില്ല, കുരിശില്ലാതെ ഉയർപ്പില്ല. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അവസാനമല്ല, അവയ്ക്ക് ശേഷമുള്ള പ്രത്യാശയുടെ പുലരി ഉറപ്പുണ്ട്. ഈസ്റ്റർ മുട്ടകളുടെ പാരമ്പര്യത്തിന് പോലും ഒരു സന്ദേശമുണ്ട്. ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്നതും പുതിയ ജീവനെ പ്രതിനിധീകരിക്കുന്നതുമാണ് ഈസ്റ്റർ മുട്ടകൾ. പഴയകാലത്ത് യേശുവിന്റെ രക്തത്തെ ഓർമ്മിപ്പിക്കുവാൻ അവ ചുവപ്പായി നിറം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ആത്മീയമായ ഒരർത്ഥമുണ്ട്. ഈസ്റ്റർ നമ്മെ മറ്റൊരു കാര്യത്തിലും ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വീണ്ടും പാപത്തിന്റെ കല്ലറയിലേക്ക് തിരികെ പോകാനുള്ള പ്രലോഭനം മനുഷ്യനെ വേട്ടയാടുന്നു. സ്വാർത്ഥത, അതിമോഹം, അസൂയ, അഹങ്കാരം, വൈരം ഇവയെല്ലാം മനുഷ്യനെ ആത്മീയമായി മരിച്ചവനാക്കുന്നു. ഈ കല്ലറകളിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നതാണ് യഥാർത്ഥ ഉത്ഥാന അനുഭവം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ സന്തോഷത്തോടും ഭക്തിയോടും കൂടി ആഘോഷിക്കുന്ന മഹത്തായ തിരുനാളാണ് ഈസ്റ്റർ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും വലിയ സന്ദേശമാണ് മനുഷ്യരാശിക്ക് നൽകുന്നത്. ഈസ്റ്റർ നമ്മോട് പറയുന്നത് ഒരു ലളിതമായ സത്യമാണ്: പ്രത്യാശയുടെ പ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തെ ഒരു പ്രതിബന്ധത്തിനും കഴിയില്ല. ദുഃഖവെള്ളിയുടെ ഇരുളിന് ശേഷമാണ് ഈസ്റ്ററിന്റെ പ്രഭാതം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങൾക്ക് ശേഷം ഒരു പ്രത്യാശയുടെ പുലരി ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനത്തിൽ നാം ഓർക്കേണ്ടത് മരണത്തിന് മേലുള്ള വിജയമാണ് ഈസ്റ്റർ, തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് ഈസ്റ്റർ, നിരാശയുടെ മേലുള്ള പ്രത്യാശയുടെ വിജയമാണ് ഈസ്റ്റർ, സ്വാർത്ഥതയ്ക്ക് മേലുള്ള സ്നേഹത്തിന്റെ വിജയമാണ് ഈസ്റ്റർ. ഇതിനായ ക്രിസ്തുവിന്റെ സമാധാനവും പ്രത്യാശയും സന്തോഷവും നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കട്ടെ. എല്ലാവർക്കും പ്രത്യാശ നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. വിശ്വാസം വഴിയായി രക്ഷ നേടാം.